ഹലോ, അസ്സലാമു അലൈക്കും. എടാ, ഈ നമ്മുടെ ഓണം ക്രിസ്മസ് അറബിക് എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബയോഡാറ്റ തയ്യാറാക്കുക എന്നുള്ളത്. അറബിയിൽ ബയോഡാറ്റ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ ബയോഡാറ്റ തയ്യാറാക്കണം. ബയോഡാറ്റ അറബിയിൽ പറയാം ബയാനാത്ത് ഷഖ്സിയ എന്നാണ് കേട്ടോ. ബയോഡാറ്റ ബയാനാത്തു ഷഖ്സിയ എന്നാണ് അറബിയിൽ പറയാം കേട്ടോ, ബയോഡാറ്റയ്ക്ക്. ഓക്കെ, അപ്പോൾ ഈ ബയോഡാറ്റ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് ഇസ്മുൽ കാമിൽ. ഇസ്മു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം പേരാണ്. അപ്പോൾ പേര് എപ്പോഴും ആ സെൻറ്റൻസിൻ്റെ ഫസ്റ്റിലുണ്ടാവും, ആ ആളെ പേരുണ്ടാവും. ആ പേരെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പേര് എഴുതുന്നു. ഓക്കെ, ഇനിയോ മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം, മീലാദ് എന്ന് പറഞ്ഞ ജനനം, ജനിച്ച സ്ഥലം. അപ്പോൾ സ്ഥലം ഒന്നുണ്ടാവും. ഈ ഉലിദ എന്ന് പറഞ്ഞ സെൻറ്റൻസ് ഉണ്ടാവില്ല, ആ സെൻറ്റൻസിൽ ഉണ്ടാവും ജനിച്ച സ്ഥലം പറയുന്നുണ്ടാവും. ഫി എന്നൊക്കെ ബി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ രണ്ടാമത് ഫില്ല് ചെയ്യാം. ഓക്കെ, പിന്നെ ആമുൽ മീലാദ്. ആമെന്ന് പറഞ്ഞ വർഷം, മീലാദ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ജനനം, ജനിച്ച വർഷം. വർഷം എന്ത് ചെയ്യുന്നുണ്ടാവും, ആ സെൻറ്റൻസ് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതെടുത്ത് നമ്മൾ മൂന്നാമത്തത് ഫില്ല് ചെയ്യാം. ജിൻസിയത്ത് എന്ന രാജ്യം, ഈ ജനിച്ച സ്ഥലത്ത് ലാസ്റ്റിലാണ് രാജ്യം പറയുന്നുണ്ടാവും, ആ രാജ്യം എടുത്ത് നമ്മളവിടെ ഫില്ല് ചെയ്യാം. ദീവാൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ പറയുന്നുണ്ടാവും ദീവാൻ. അത് ആ പേരെടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ബുക്കിൻ്റെ പേര് പറയും. ദീവാൻ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം എന്നാണ്, ഒരു പുസ്തകത്തിൻ്റെ പേര് എഴുതാനാണ്. ആ ബുക്കിൻ്റെ പേരെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ജായിസ അതേ തന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും, അവാർഡ് കിട്ടിയതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടാവും. ആ പോയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫില്ല് ചെയ്യാം. ഇങ്ങനെ ചിലപ്പോൾ ഉപ്പാനെ കുറിച്ച് പറയുന്നുണ്ടാവും, ഉമ്മാനെ കുറിച്ച് പറയുന്നുണ്ടാവും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്തിനെ കുറിച്ച് പറയുന്നത് തൂഫിയ എന്നാണ്. തൂഫിയ എന്ന് പറയുന്ന സെൻറ്റൻസ് തുടങ്ങുന്ന സെൻറ്റൻസിൽ മരിച്ചു എന്ന് പറഞ്ഞ സെൻറ്റൻസിലുണ്ടാവും മരിച്ച വർഷം ഉണ്ടാവും. അതേപോലെ തന്നെ മരിച്ച സ്ഥലം ഉണ്ടാവും അല്ലേ. മക്കാനുൽ വഫാത്ത് എന്നാണ്. മക്കാനുൽ വഫാത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച സ്ഥലം. താരീഖുൽ വഫാത്ത്, എന്ന് പറഞ്ഞാൽ മരിച്ച വർഷം, മരിച്ച തീയതി. അത് എന്താണോ ഇവിടെ കൊടുത്തിട്ടുള്ള ആ പോയിന്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. അതിൻ്റെ എവിടെയാണോ വരുന്നത് നോക്കുക, ആ ഭാഗം എടുത്തിട്ട് നേരെ ഇങ്ങനെ എടുത്തിട്ട് ഫില്ല് ചെയ്ത് അങ്ങ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബയോഡാറ്റ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പിന്നെ പരീക്ഷകൾ എന്തായാലും ചോദിച്ചാൽ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടെത്തുക. എവിടെയെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ വീഡിയോ കണ്ടുവെച്ചിട്ട് ക്ലിയർ ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.